ഹലോ ഗായ്സ്. അപ്പോ മഞ്ഞിൽ കുളിച്ച് അല്ല, മൂന്നാർ അങ്ങോട്ടല്ല. അപ്പോ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കണ്ണൂരിലാണ് നിൽക്കുന്നത്. ശരിയല്ല, കണ്ണൂര് നമ്മൾ എന്തിനാ വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയ കൂട്ടുകാരിയും പ്രിയ സുഹൃത്തും പ്രിയ എല്ലാം ആയിട്ടുള്ള നമ്മുടെ സ്വന്തം അർഷ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നേക്ക് ഡേ 1 അർഷ ചേച്ചിയുടെ കല്യാണം. അപ്പോ റാറ്റിൽ നിന്ന് ആരംഭിക്കുകയാണ്. അപ്പോ ഇന്ന് അർജു ചേച്ചി വളരെ പ്ലാൻ ചെയ്തതിനകത്ത് എല്ലാവരും ലാവൻഡർ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അവരുടേതായ രീതിയിൽ ലാവൻഡർ ഇട്ടുന്നുണ്ട്. അപ്പൊ ഞാനിതൊരു പിങ്ക് കളർ, ഇത് ഞങ്ങളുടെ അവിടുത്തെ ലാവൻഡർ എങ്ങനെയാണ്? തൃശ്ശൂർ ലാവൻഡർ ഈ കളറാണ് ഗൈസ്. കോഴിക്കോട് ലാവൻഡർ ഈ കളറാണ് ഗൈസ്. ഇത് ഇടുക്കി സ്പെഷ്യൽ ലാവൻഡർ. ഇത് കോയമ്പത്തൂർ ലാവൻഡർ. അപ്പോ ഞങ്ങൾ ടോട്ടൽ മൂന്ന് വണ്ടികളുണ്ട്. ഞങ്ങൾ ആൾട്ടോയിൽ വളരെ രാജകീയമായി പോകുന്നു. മുന്നിൽ ഒരു വാഗനറിൽ വിധു പറന്നു പോകുന്നു. അതിനു മുന്നിൽ അമേസിൽ അഭിജിത്ത് അടിപൊളിയായിട്ട് പോകുന്നു. പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് വേണ്ട സ്റ്റേ, പിന്നെ അതുപോലെ തന്നെ ഫുഡ്. ഇന്നലെ ഞങ്ങൾക്ക് വേണ്ട സ്റ്റേ സമയം രാത്രി 8 മണി. ജോലിയെല്ലാം തീർത്ത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്ക് സമയം ഒരുപാട് വൈകിയിരുന്നു. എല്ലാ ദിവസവും കൃത്യസമയത്തോടുന്ന ട്രെയിൻ അന്ന് ലേറ്റ് ആയതുകൊണ്ട് ട്രെയിൻ മിസ്സായില്ല. ഇന്ത്യൻ റെയിൽവേക്കും ട്രെയിൻ അന്നോടിച്ച ലോക്കോ പൈലറ്റിനും നന്ദി. കണ്ണൂരിലേക്കാണ് ഈ യാത്ര. പ്രിയ സുഹൃത്തിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേറെ കുറെ പ്രിയ സുഹൃത്തുക്കളുടെ കൂടെ ഒരു ദീർഘയാത്ര. എല്ലാ യാത്രകളെയും പോലെ ഈ യാത്രയുടെയും തുടക്കത്തിൽ ഞാൻ ഒറ്റക്കാണ്. വൈകി വരാറുള്ള വസന്തങ്ങളെപ്പോലെ ബാക്കിയുള്ള സുഹൃത്തുക്കൾ യാത്രയിൽ ഇടയ്ക്ക് വെച്ച് പങ്കുചേരുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. ഏതാനും സ്റ്റോപ്പുകൾക്ക് ശേഷം ട്രെയിൻ കോഴിക്കോട് സ്റ്റേഷനിലെത്തി. നേരത്തെ പരാമർശിച്ച പ്രിയ സുഹൃത്തുക്കളിൽ ഒരാളായ ഷെഫീഖ് ഇവിടെ വെച്ച് ഈ യാത്രയിൽ ഔദ്യോഗികമായി പങ്കുചേർന്നു. സീറ്റുകളെല്ലാം ആളില്ലാതെ കാലിയായതുകൊണ്ട് വളരെ രാജകീയമായി കാലുകൾ നീട്ടിയും ചെരിഞ്ഞും മലർന്നും കിടന്നുമൊക്കെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഞാൻ തുടരെ വീഡിയോ എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഷെഫീഖിന് ചിരിക്കണോ അതോ കരയണോ എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു. ഏകദേശം 12 മണിയായപ്പോൾ ഞങ്ങൾ തലശ്ശേരി എത്തി. രാത്രിയായിരുന്നുവെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പകൽ പോലെ തിരക്കുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ഞങ്ങളെയും കാത്ത് പ്രിയ സുഹൃത്ത് അഭിജിത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ വാഹനത്തിൽ കയറി നേരെ അവൻ്റെ വീട്ടിലേക്ക്. രാത്രി വളരെ വൈകിയതുകൊണ്ടും ഇരുട്ടായതുകൊണ്ടും കണ്ണൂരിലെ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളും പടുകൂറ്റൻ ബിൽഡിങ്ങുകളും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. വീട്ടിലെത്തിയ ഞങ്ങൾക്ക് വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകി ഞങ്ങളെ സ്വീകരിച്ചത് അഭിജിത്തിൻ്റെ അമ്മയും അച്ഛനുമായിരുന്നു. രാത്രി വളരെ വൈകിയും ഞങ്ങൾക്ക് വേണ്ടി കാത്തുനിന്ന അഭിജിത്തിനോടും അവൻ്റെ കുടുംബത്തിനോടുമുള്ള നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. അതിരാവിലെ എഴുന്നേറ്റ് ബാക്കിയുള്ള പ്രിയ സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ KSRTC സ്റ്റാൻഡിലേക്ക് പോകേണ്ടതിനാൽ ഈ ഒരു സെൽഫിക്ക് ശേഷം ഞങ്ങൾ 3 പേരും കിടന്നുറങ്ങി. അതിരാവിലെ 4:30 എഴുന്നേറ്റ് ഞങ്ങളുടെ ബാക്കിയുള്ള പ്രിയ സുഹൃത്തുക്കളെ പിക്ക് ചെയ്യാൻ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പുറപ്പെട്ടു. എറണാകുളത്ത് നിന്ന് വരുന്ന ഈ പ്രിയ സുഹൃത്തുക്കൾ രാത്രി വളരെ വൈകിയാണ് ബസ് കയറിയതെങ്കിലും 4 മണിയോടെ കണ്ണൂരിലെത്തി. KSRTC സ്റ്റാൻഡിലെത്തിയ ഞങ്ങൾ കണ്ടത് എങ്ങോട്ട് പോകണമെന്നോ എന്തു ചെയ്യണമെന്നോ അറിയാതെ മുകളിലോട്ട് നോക്കി അന്തം വിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം യുവതിയുവാക്കളെയാണ്. KSRTC യാത്ര വളരെ നന്നായതുകൊണ്ടാവണം എല്ലാവരുടെയും മുഖത്ത് ഉറക്കം നഷ്ടമായതിൻ്റെ എല്ലാവിധ ഭാവഭേദങ്ങളും പ്രകടമായിരുന്നു. അവരെയും പിക്ക് ചെയ്ത് നേരെ അഭിജിത്തിൻ്റെ വീട്ടിലേക്ക് 6 മണിയോടുകൂടി ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. വീട്ടിലെത്തിയ ഞങ്ങൾ കണ്ടത് വാദ്യമേളങ്ങളുടെ അകമ്പടിയും പൂമാലയും ഇട്ട് സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വീടിന് മുന്നിൽ തന്നെ നിൽക്കുന്ന പ്രിയ സുഹൃത്തുക്കളെയായിരുന്നു. അവരെ ഒരുവിധം പറഞ്ഞു മനസ്സിലാക്കിയ ശേഷം വീട്ടിലേക്ക് കയറാൻ പറഞ്ഞു. രാവിലെ 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിയ ശേഷം ഞങ്ങൾ വീണ്ടും ഉറങ്ങി.
അതിരാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് ഞാൻ കണ്ടത് പ്രിയ സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോലും ലീവ് എടുക്കാതെ രാവിലെ തന്നെ ഷിഫ്റ്റിന് കയറി വർക്ക് ചെയ്യുന്ന കൂട്ടുകാരായ എബി, അശ്വിൻ, സുജേഷ് എന്നിവരെയാണ്. കേരളത്തിലെ IT കമ്പനികൾ കോടികളുടെ ലാഭക്കണക്കുകൾ പറയുമ്പോൾ ഇത്തരത്തിലുള്ള കർമ്മനിരതരായ നിരവധി ഉദ്യോഗാർത്ഥികളെ ആരും സ്മരിക്കാറില്ല എന്ന വസ്തുത വളരെ വേദനാജനകമാണ്. 3 കുളിമുറിയും 20 പേരും ആയതുകൊണ്ട് കുളിക്കാൻ ഓരോരുത്തർക്കും അവരുടെ ഊഴത്തിനു വേണ്ടി കാത്തു നിൽക്കേണ്ടി വന്നു. കുളിസീൻ പോസ്റ്റ് ചെയ്താൽ യൂട്യൂബ് കമ്മ്യൂണിറ്റി വയലേഷൻ കിട്ടും എന്നതുകൊണ്ട് ആ ഭാഗങ്ങൾ ഇവിടെ ചേർക്കാൻ കഴിയാത്തതിലുള്ള ഖേദം രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഏകദേശം 9 മണിക്ക് ഇറങ്ങേണ്ട ഞങ്ങൾ ഭക്ഷണം കഴിച്ച് 10 മണിയായപ്പോഴേക്ക് ഇറങ്ങി. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇത് ആരുടെയെങ്കിലും വെറും ഒരു കല്യാണമല്ല, ഇത് അർഷു ചേച്ചിയുടെ കല്യാണമാണ്, അർഷു ചേച്ചിയുടെ മംഗലമാണ്. അതെ, ഒരു കണ്ണൂർ മംഗലം. ഇന്നലെ ഞങ്ങൾക്ക് വേണ്ട സ്റ്റേ, പിന്നെ അതുപോലെ തന്നെ ഫുഡ്, ഭക്ഷണം, കാര്യങ്ങള് ഫ്രണ്ട്സ് എല്ലാം സെറ്റ് ചെയ്ത് തന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിജിത്താണ്. അപ്പോ മധുചേട്ടന്റെ കുടുംബത്തിനോടാണ് അതെ എല്ലാവിധ നന്ദിയും കടപ്പാടും സ്നേഹവും സന്തോഷവും എല്ലാം അറിയിക്കുന്നു. ഭക്ഷണം നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. ഇന്നലെ രാത്രി എനിക്കും ഷെഫീഖിനും നല്ല ഗംഭീരമായ ചിക്കൻ കറിയും അപ്പവും തന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് കിട്ടി. പിന്നെ ഇന്ന് രാവിലെ അവർക്ക് എല്ലാവർക്കുള്ള ഫുഡ് മമ്മി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. കണ്ണൂരിലെ എന്റെ ഫസ്റ്റ് ടൈമാണ്. ഇവരുടെ ഫസ്റ്റ് ടൈം അല്ലല്ലോ, നമ്മുടെ ഫസ്റ്റ് ടൈം അല്ലല്ലോ. അപ്പോ കണ്ണൂരിൽ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഇനി നമുക്ക് അർഷു ചേച്ചിയുടെ അവിടെ ചെന്നിട്ട് അർഷു ചേച്ചിനെ കാണാം. അപ്പോൾ നമ്മളങ്ങനെ അർഷു ചേച്ചിയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കണ്ണൂരിലേക്ക് ഞങ്ങൾ വരുന്നതിന് മുമ്പ് അർഷു ചേച്ചിയുടെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊരു ഇൻസ്ട്രക്ഷൻ ഞങ്ങൾ ഇവിടെ പ്ലേ ചെയ്യും. അതുപോലെ പിന്നെ നാളെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൻ്റെ ഒരു അത്രയും അടുത്ത് തന്നെയാണ് കാവിലെ ഉത്സവം. അപ്പോൾ ചിലപ്പോൾ അവിടെ ഇങ്ങനെ ഇത് ഗുണ്ടെല്ലാം പൊട്ടിക്കും കേട്ടോ. അത് തെയ്യത്തിൻ്റെ ഭാഗമായിട്ട് പൊട്ടിക്കുന്നത്. നിങ്ങൾ ആരും പേടിക്കരുത്, അടുത്തായതുകൊണ്ട് നല്ല സൗണ്ടിൽ കേൾക്കും. അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ്, അല്ലാണ്ട് ബോംബ് വെക്കലോ ആക്കാനൊന്നും അല്ല അത്. അപ്പോൾ സ്ഥലം കുറച്ച് സീനാണ്. അപ്പോൾ ബി കെയർഫുൾ. ഞങ്ങൾ എന്തായാലും പോയിട്ട് ബാക്കി കാണാം. ബൈ ബൈ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ? നമുക്ക് ഇപ്പോൾ ഒന്നും പറയണ്ട, നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എല്ലാരും വിളിച്ചു. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ അർഷു ചേച്ചി. ഹലോ അർഷു ചേച്ചി. കല്യാണത്തിന് എല്ലാവരും തെറ്റല്ലേ? എവിടെ ബോംബ് പൊട്ടിക്കുന്ന സ്ഥലം ഏതാ? കുറച്ചപ്പുറത്ത് പൊട്ടിക്കുമല്ലേ? പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടാ, അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. പക്ഷെ അതേടെ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. നമ്മൾ ഏതെങ്കിലും കളർ മതിയോ? അല്ല, നീ അല്ലേടോ, താല്ലേടോ ഇന്നലെ ലാവൻഡർ വാങ്ങാൻ പോകുന്നത്. ജ്യൂസ് വന്നു ഗൈസ്. പണം എനിക്കൊരു പ്രശ്നമല്ല.
എടാ ടീം റോക്ക് സ്റ്റാർസ് എറണാകുളം അവരുടെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സാറായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? എടാ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എടാ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പറ. അപ്പോൾ കല്യാണത്തിന് ഡാൻസ് വേണമെന്നുള്ളവർ ബുക്ക് ചെയ്യുക, നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ. കേരളത്തിൻ്റെ അങ്ങോളം എല്ലാ ജില്ലകളിലും ഈ ഒരു ട്രൂപ്പ് അവൈലബിൾ ആണ്. സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിൽ പോയായിരുന്നു നമ്മള്. തമിഴ്നാട്ടിലെ ഓ വിജയകരമായി. എല്ലാ കല്യാണ വീടുകളിലും കാണാൻ കഴിയുന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾ കണ്ണൂരിലെ ഈ കൊച്ചു വീട്ടിൽ ഞങ്ങൾക്ക് കാണാമായിരുന്നു. കണ്ണൂരിലെ സ്പെഷ്യൽ പലഹാരങ്ങൾ നൽകി ഞങ്ങളെ സ്വീകരിച്ചതും പലഹാരങ്ങൾ കഴിക്കുന്നത് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തിരിഞ്ഞു നിന്ന അമ്മു, ആയിഷ എന്നിവരുടെ മൂല്യം നിർണ്ണയിക്കാൻ കഴിയാത്ത ഭാവഭേദങ്ങളും ഭക്ഷണം കഴിക്കുമ്പോൾ ഓവർ എക്സ്പ്രഷൻ ഇട്ട് ക്യൂട്ടാവാൻ നോക്കി തൻ്റെതല്ലാത്ത കാരണം കൊണ്ട് പരാജയപ്പെട്ട ആർദ്രമോളും, ആരും കാണാതെ ഫാനിൻ്റെ ചുവട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കാറ്റുകൊണ്ട് പുളകം കൊള്ളുന്ന വിധു സാറും, കല്യാണത്തിന് വന്ന് ഇൻസ്പയർഡായി മാട്രിമോണിയിൽ അപ്ലോഡ് ചെയ്യാൻ സ്വന്തം ഫോട്ടോ എടുക്കുന്ന ഷെഫീഖ് മോനും, കല്യാണ പെണ്ണിൻ്റെ തലയിൽ വെക്കുന്ന പൂ സ്വന്തം തലയിൽ വെച്ച് ക്യൂട്ടാവാൻ നോക്കുന്ന ഞങ്ങളെല്ലാവരും സിഗ്മ എന്ന് വിളിക്കുന്ന അഭിജിത്ത് ചേട്ടനും, കണ്ണിൽ കാണുന്നതും കയ്യിൽ കിട്ടുന്നതെല്ലാം കഴിച്ച് അകത്താക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന രേഷ്മ ചേച്ചിയുമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഈ കല്യാണ വീട്ടിൽ ഞാൻ കണ്ട നല്ല നിമിഷങ്ങളായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് വൈകിട്ട് വരാം എന്ന് പറഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഡേ 1 ഓഫ് ചേച്ചീസ് മാരേജ്. ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റേ ഒരുക്കി ഞങ്ങളുമായി സഹകരിക്കുന്നു സിഗ്മ ചേട്ടൻ. ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റേ എവിടെ ആയിരിക്കും ഗൈസ്? ഇത് നമ്മുടെ സിഗ്മയുടെ വീട്. സിഗ്മയ്ക്ക് ഒരു താങ്ക്സ് പറഞ്ഞാൽ വീട് സിഗ്മ താങ്ക്സ്, നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. ഇരുനിലകളിലായി വളരെ ഭംഗിയായി പണി കഴിപ്പിച്ച ഒരു സുന്ദര ഭവനമായിരുന്നു അഭിജിത്തിൻ്റേത്. വീടിൻ്റെ മുകൾ ഭാഗം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു. സന്ധ്യാസമയത്ത് വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള നയനമനോഹരമായ കാഴ്ച ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ ഉള്ളിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിരുന്നു. ഞങ്ങളെ അതിഥികളായി സ്വീകരിച്ച് കഴിക്കാൻ ഭക്ഷണവും താമസിക്കാൻ ഒരിടവും തന്ന അഭിജിത്തിനോടും അവൻ്റെ കുടുംബത്തിനോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. രാത്രി 7 മണിയോടെ ഞങ്ങൾ വീണ്ടും തിരിച്ച് കല്യാണ വീട്ടിലെത്തി. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കൂടുതൽ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ പരിപാടി കളറാക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് കയറി. എല്ലാ കല്യാണ വീടുകളിലെയും പോലെ ഇവിടെയും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ആ നാട്ടുകാരല്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ളവരുടെ മുഖം ഞങ്ങൾക്കും ഞങ്ങളുടെ മുഖങ്ങൾ അവർക്കും തികച്ചും പുതുമുഖങ്ങളായിരുന്നു. വിവാഹ വീട്ടിലെത്തിയ ഞങ്ങളെ സ്വീകരിച്ചത് അർഷ ചേച്ചിയുടെ പ്രിയ സഹോദരി പിങ്കി ചേച്ചിയായിരുന്നു. വിവാഹ വീട്ടിൽ പ്രവേശിച്ച ഉടനെ എല്ലാ കല്യാണങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഫോട്ടോ എടുക്കൽ കർമ്മം ഞങ്ങൾ ആരംഭിച്ചു. ഈ കാണുന്ന വീഡിയോയിൽ വലത്തുനിന്ന് ആദ്യം നിൽക്കുന്നത് ഈ വിനീതനാണ്, നിങ്ങളുടെ സ്വന്തം അല്ലെങ്കിൽ സാർ. എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നുള്ള ഷാനിക്ക, അതിനപ്പുറം കണ്ണൂരിൽ നിന്നുള്ള അശ്വിൻ, അതിനപ്പുറം എബി സെബാസ്റ്റ്യൻ ഫ്രം അങ്കമാലി, അതിനപ്പുറം വിധു ഫ്രം എറണാകുളം, അതിൻ്റെ തൊട്ടിപ്പുറം അഭിജിത്ത് ഫ്രം കണ്ണൂർ, അതിനപ്പുറം ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് അർഷ ചേച്ചി ഫ്രം കണ്ണൂർ, അർഷ ചേച്ചിയുടെ റൈറ്റ് സൈഡിൽ തൊട്ടടുത്ത് ആനന്ദ് ഫ്രം തൊടുപുഴ, അഖിൽ ഫ്രം തൃശ്ശൂർ, അഭിജിത്ത് ഫ്രം കണ്ണൂർ, അതിനപ്പുറം സുജേഷ് ഫ്രം കാസർഗോഡ്, ഏറ്റവും അവസാനം ഷെഫീഖ് ഫ്രം കോഴിക്കോട്. അതുപോലെ ഈ കാണുന്ന വീഡിയോയിൽ എടുത്തുനിന്ന ആദ്യം രാജേശ്വരി ഫ്രം തൃശ്ശൂർ, പിന്നെ ദുർഗ ഫ്രം മധുര തമിഴ്നാട്, തൊട്ടിപ്പുറം ആർദ്ര ഫ്രം കൊടുങ്ങല്ലൂർ, അതിനപ്പുറം വീണ്ടും ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് അർഷ ചേച്ചി ഫ്രം കണ്ണൂർ, അർഷ ചേച്ചിയുടെ ലെഫ്റ്റ് സൈഡ് തൊട്ടടുത്ത് ആര്യ ഫ്രം ആലപ്പുഴ, ആയിഷ ഫ്രം എറണാകുളം, രേഷ്മ ഫ്രം തൊടുപുഴ, പിന്നെ ഏറ്റവും അവസാനം സില്ല ഫ്രം ഫോർട്ട് കൊച്ചി. ഫോട്ടോ എടുപ്പിന് ശേഷം ഞങ്ങൾ മറ്റൊരു പ്രധാന കർമ്മമായ ഭക്ഷണം കഴിക്കലിലേക്ക് കടന്നു. ലെഗ് പീസ് കിട്ടി. സുജേഷ് അണ്ടൻ ഫ്രം കാസർഗോഡ്. എങ്ങനെയുണ്ട് കണ്ണൂർ ബിരിയാണി? കണ്ണൂർ ബിരിയാണി എങ്ങനെയുണ്ട്? കണ്ണൂർ ബിരിയാണി റിവ്യൂ പറ. കണ്ണൂരിനെ പോലെ തന്നെ
നാളെ വിവാഹിതരാവാൻ പോകുന്ന അർഷിത വിശ്വത് ദമ്പതികൾക്ക് TCS ജനറൽ ODCയുടെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂട്ടത്തില് എല്ലാവരും കലാകാരന്മാരും കലാകാരികളുമാണ്. അതില് രാവിലെ ടീം റോക്ക് സ്റ്റാർസ് എറണാകുളം അവതരിപ്പിച്ച ഒരു ഗംഭീരമായ ഡാൻസ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നില്ല, കണ്ടവരൊക്കെ അടിപൊളിയായിന്നാണ് പറഞ്ഞത്. അപ്പോ ഇപ്പോ ഫസ്റ്റ് രേഷ്മ ഒരു ഗാനം ആലപിച്ച് ഇന്നത്തെ ഒരു നൈറ്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പൊ ആരും പാട്ട് അടിപൊളിയായിരുന്നില്ലേ? അപ്പൊ ഇനി അടുത്തത് ഗാനം ആലപിക്കാൻ വേണ്ടി വരുന്നത് കേൾവിക്കാരുടെ മനസ്സും കാതും ഒരേപോലെ എന്താ പറയാ പുളകം കൊള്ളിക്കാൻ കഴിയുന്ന തൃശ്ശൂരിന്റെ സ്വന്തം ടൈലർ സ്വിഫ്റ്റിനെ പോലും ശ്രദ്ധയെ ആകർഷിപ്പിച്ച സ്വന്തം രാജേശ്വരി ഒരു ഗാനം ആലപിക്കും. സോ വെൽക്കം രാജേശ്വരി, എല്ലാവരും കൈയടി. അടുത്തത് ഗാനം ആലപിക്കാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും പ്രിയങ്കരനായ സുജേഷ് ഫ്രം കാസർഗോഡ്. സുജേഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ കാസർഗോഡിലെ വളരെ ഒരു ഉൾഗ്രാമത്തിൽ ജനിച്ച് തന്റെ ശബ്ദാലാപനം കൊണ്ട് തലസ്ഥാന മേഖല വരെ തന്റെ പ്രശസ്തി ഉയർത്തി ആ ലെവലിൽ നിൽക്കുന്ന അതുല്യ കലാകാരനാണ് സുജേഷ്. അപ്പോ ഈ ഒരു സായാഹ്നം ധന്യമാക്കാൻ വേണ്ടി സുജേഷിന്റെ ഒരു അടിപൊളി ഗാനത്തിന് വേണ്ടി സുജേഷിനെ ക്ഷണിക്കുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ മാർമതിയിലെ അല്ലിമലക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിലെ ദൂരെയൊരാമര ചോട്ടിലിരുന്ന മാരിവിൽ ഗോപുര മാളിക തീർത്ത് അതിൽ നാം ഒന്നാടി പാടി അല്ലിമലക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിലെ സിംഗുലച്ചേലും കലന്തത് പോലെ മുൻപേ വായി മുൻപേ വാ ഭൂനേ വാ ഉയരേ വാ മുൻപേ വായി അൻപേ വാ പോൽ വായി മാണിക്യമലരായ ഭൂമി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടുന്നാരി മാണിക്യമലരായ ഭൂമി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടുന്നാരി चला एक सपना बाबरा मन देखने चला एक सपना बाबरे से मन की देखो बाबरी
പ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്റെ പരിഭവം നല്ലയായി വന്നു. സാക്ഷിയായി രക്താനി ചാത്തിയും ആദ്യാനുരാഗം ധന്യമാക്കും മന്ത്രകോണിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും. വെടിക്കട്ടെ എനിക്കൊന്ന് കാണണ കാന്ത, വെടിക്കുറ്റി അതിലൊന്ന് കൊളുത്തണം കാന്ത, വെടിക്കുറ്റി അതിലൊന്ന് കൊളുത്തണം കാന്ത, വെടിക്കട്ടെ എനിക്കൊന്ന് കാണണ കാന്ത, വെടിക്കുറ്റി അതിലൊന്ന് കൊളുത്തണം കാന്ത. പൂരമെനിക്കൊന്ന് കാണണ കാന്ത, PCH-ന്റെയും അശ്വിനിയുടെയും സഹപ്രവർത്തകരും സ്നേഹസമ്പന്നരായ കൂട്ടുകാരും ഈ സുന്ദര നിമിഷങ്ങൾ ധന്യമാക്കി തന്നതിനുള്ള നന്ദി അറിയിക്കുക. നാളെ ഇത് കഴിയുന്നവരെയും നിങ്ങൾ നമ്മളൊപ്പം ഉണ്ടാകണം. അതിന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഒരിക്കൽ കൂടി നാളെ വിവാഹിതരാവാൻ പോകുന്ന പ്രിയപ്പെട്ട അർഷു ചേച്ചിക്കും വിശ്രുത ചേട്ടനും ഉള്ള ഞങ്ങളുടെ മംഗളാശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അർഷു ചേച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലെ വളരെ മുതിർന്നതെന്ന് പറഞ്ഞില്ല, നമ്മുടെ ഒക്കെ ഏജന്റേ ഉള്ളൂ. അർഷു ചേച്ചിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ ഭയങ്കര പാവാണ്. പിന്നെ നമ്മുടെയൊക്കെ കണ്ണിലുണ്ണിയാണ്, കണ്ണിൽ എല്ലാമാണ്. പിന്നെ നമുക്കൊക്കെ ഓഫീസിൽ ഭയങ്കര ഒരു ചേച്ചി എന്നുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ നമുക്ക് വല്ല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മുന്നിട്ട് നിൽക്കാറുണ്ട്. ഐ മീൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാറുണ്ട്. നമുക്കൊരു പോസിറ്റീവ് എനർജി വരുന്ന ഒരു വലിയൊരു മനസ്സിനുടമയാണ് ഇരിക്കുന്നത്. അപ്പൊ അർഷു ചേച്ചിക്കും മിസ്റ്റർ ചേട്ടനും 1000 വർഷങ്ങൾ ഇല്ലെങ്കിലും ഒരു 100 വർഷം അടിപൊളിയായിട്ട് നല്ല രീതിക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അതോടൊപ്പം ഇന്നിവിടെ ഗാനം ആലപിച്ച രേഷ്മ, രാജേശ്വരി, സുജേഷ്, സിഗ്മ, ഷാരിഫ്, ധ്യാന, പിന്നെ പാട്ട് പാടാന്ന് പറഞ്ഞ് നമ്മളെ കൊതിപ്പിച്ച് കളഞ്ഞ പിങ്കി ചേച്ചി. അപ്പോ ഒരിക്കൽ കൂടിയും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പിന്നെ നമ്മുടെ മൂന്നാർ ട്രിപ്പിനൊക്കെ നമ്മൾ ഒരുപാട് മിസ് ചെയ്തിരുന്നു. ഈ കല്യാണത്തിന്റെ കാരണം കൊണ്ട് ഒരുപാട് ലീവ് എടുത്തു. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മളൊക്കെ മിസ്സിംഗ് ആണ്. ഇനി കല്യാണം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വരാൻ കഴിഞ്ഞിരുന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പൊ ഒരിക്കൽ കൂടിയും വിവാഹ മംഗളാശംസകൾ. നമ്മുടെ എല്ലാവരുടെയും ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് സഹകരിച്ച ഒന്ന് എബി നമ്മുടെ വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ക്യാമറ ചേട്ടന്മാര്, പിന്നെ എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുന്നു. പിന്നെ അതോടൊപ്പം ഞങ്ങൾ ഈ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഐ മീൻ പല ജില്ലകളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ആദ്യമായിട്ട് കണ്ണൂരിൽ കല്യാണത്തിന് വരുമ്പോൾ എല്ലാവർക്കും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ അർഷു ചേച്ചി ഗ്രൂപ്പിൽ വന്നിട്ട് ഞങ്ങളൊക്കെ ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ആ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ണൂർ ഈസ് ഓസം. അപ്പോ ഒരിക്കൽ കൂടി കണ്ണൂർ അതെ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇന്നലെ ഞങ്ങളുടെ സ്റ്റേ സെറ്റ് ചെയ്യാൻ വേണ്ടി വീട് നൽകി, ഫുഡ് നൽകി. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾക്ക് വീട് അറേഞ്ച് ചെയ്ത സിഗ്മ എന്ന് അറിയപ്പെടുന്ന ഞങ്ങളുടെ സ്വന്തം അഭിജിത്ത്. അപ്പൊ 2 അഭിജിത്തുകൾക്കും ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും നന്ദിയും കടപ്പാടും എല്ലാം അറിയിക്കുന്നു. പിന്നെ അതോടൊപ്പം ഇത്ര അലമ്പ് പരിപാടി കാണിച്ചിട്ടും ഞങ്ങളൊന്നും പറയാത്ത അർഷേശ്വര ഫാമിലി എല്ലാവർക്കും
താങ്ക്സ്. ഓക്കെ. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഡേ 2 അറ്റ് കണ്ണൂർ അർഷു ചേച്ചിയുടെ കല്യാണ ദിവസമാണ്. സോ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള പിള്ളേരൊക്കെ വേറെ 2-4 വണ്ടിയിലൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടായിരുന്നു എല്ലാവർക്കും. ബട്ട് ഞാനൊരു വെറൈറ്റിക്ക് പാൻറ് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ യുണീക്കായിരിക്കണം. പിന്നെ എല്ലാവരും ഒരു അർഷു ചേച്ചിക്ക് ഒരു ഹാപ്പി മാരീഡ് ലൈഫ് പറഞ്ഞേ. ഹാപ്പി മാരീഡ് ലൈഫ്. കോഴിക്കോട്. ഫ്രം കോഴിക്കോട്. ഹാപ്പി മാരീഡ് ലൈഫ് ഫ്രം കോയമ്പത്തൂർ. ഫ്രം തൊടുപുഴ. ഹാപ്പി മാരീഡ് ലൈഫ് ഫ്രം പാലക്കാട്. അപ്പോൾ ഇനി ബാക്കി ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ. നമ്മുടെ ജീവന്റെ ജീവനായ ഓഫീസിന്റെ കണ്ണിലുണ്ണിയായ എന്താ പറയാ കണ്ണിലുണ്ടമ്പരിയായ അർജുന്റെ ഇന്ന് കല്യാണത്തിന് നമ്മളുടെ എല്ലാവരുടെയും വക വിവാഹ മംഗളാശംസകൾ. ഗൈസ്, ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തിയിരിക്കുകയാണ്. ഓഡിറ്റോറിയം കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞങ്ങൾ ഓഡിറ്റോറിയം കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി ഓഡിറ്റോറിയത്തിൽ കയറിയിട്ട് കാണാം. ഹലോ ഗൈസ്, കല്യാണം നമ്മുടെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അർഷിത ചേച്ചിക്കും കിഷോർ ചേട്ടനും അങ്ങോട്ടുള്ള ജീവിതത്തിലേക്ക് എല്ലാവിധ സന്തോഷവും എല്ലാം നേരുന്നു. അപ്പോൾ അവരുടെ കല്യാണം അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു ഹാപ്പി മാരീഡ് ലൈഫ് പറഞ്ഞ. ഹാപ്പി മാരീഡ് ലൈഫ് ഗൈസ്. ദുർഗാജി, ഒരു ഹാപ്പി മാരീഡ് ലൈഫ് പറയും കപ്പിൾസിന്. ഇനിയ തിരുമണ നൽവാഴ്ത്തുക്കൾ. അതൊക്കെ സുജേഷ്. ഓക്കെ. അവിടെ പിന്നില് ഹാപ്പി മാരീഡ് ലൈഫ് പറ. ഹാപ്പി മാരീഡ് ലൈഫ് അല്ലെങ്കിൽ ഹൃദയം റെഫറൻസ് വെച്ച് ക്യാമറ എടുത്ത് കല്യാണത്തിന് ട്യൂൺ ചെയ്യാൻ പോകുന്ന മിസ്റ്റർ അഭിമാൻ. ഷെഫീഖ് ഒന്നല്ല, അത് വിട്. ഷെഫീഖൊക്കെ ഇപ്പം ഫ്രെയിമിക്ക് വന്നതാ. നീ യു കണ്ടിന്യൂ. എന്താ കള്ളച്ചിരി. ഗാജി, അർഷു ചേച്ചിനെ കുറിച്ച് തമിഴിലൊരു 2 വാക്ക്. അർഷു ചേച്ചിനെ കുറിച്ചിട്ട് തമിഴിൽ 2 വാക്ക്. ரொம்ப நல்ல புள்ள. ரொம்ப நல்ல பொண்ணு, ரொம்ப இன்னசென்ட்டுக்கு தமிழில் எனக்கு தெரியலை. ரொம்ப நல்லவங்க, அதான் ரொம்ப நல்ல பொண்ணு, நல்லா உதவி பண்ணுவாங்க. அவங்க தான் எனக்கு வந்து கூகுள் கிளவுட் அசோசியேட் இன்ஜினியருக்கு வந்து படிக்கிறதுக்கு வந்து சொல்லி கொடுத்தாங்க. அவங்க படிச்சனால தான் நான் அந்த சர்டிஃபிகேட் வந்து கிளியர் பண்ணேன். பின்ன ஆரம்பத்தில் நான் வந்து கம்பெனி சேஞ்ச் பண்ணணும் அப்படின்னு நினைக்கும் போது அவங்க தான் சொன்னாங்க எந்தெந்த கேட்டகரிஸ்லாம் போகணுன்னு. அதை வச்சு தான் நானே இப்போ கம்பெனி சேஞ்ச் நம்ம கேங்கில் இருக்கிறதுலேயே கொஞ்சம் பிராயம் இல்லை. அக்கா யாரும் அக்கானே கூப்பிட்றதில்ல, என்னதான் எல்லாரும் அக்கான்னு கூப்பிடுவாங்க. ரொம்ப ரொம்ப ஹாப்பியாக இருக்குது அவங்க மேரேஜ் ஆனது. ஹாப்பி இல்லை, இனிய திருமண வாழ்த்துக்கள். இனி உங்கள் திருமணம் தான். திருமணம் என்ன திருமணம் ஒரு 2027 എക്സ്പെക്ട് பண்ணலாம். ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഗൈസ്. മേക്കപ്പിനെ കുറിച്ച് 2 റിവ്യൂ പറയൂ. മേക്കപ്പ് ഞാൻ കണ്ടില്ല. നോക്ക് നന്നായിട്ടുണ്ട്. ആള് മാറി വിചാരിച്ചു കണ്ടപ്പോ.
എല്ലാവർക്കും അർഷുവിൻ്റെ മേക്കപ്പാണ് സംസാര വിഷയം. നന്നായിട്ടില്ലേ? നല്ല രസമുണ്ട്. പക്ഷെ അർഷം എല്ലാം മാത്രം മേക്കപ്പ് ചെയ്ത ഇറങ്ങി ഓടുന്നുണ്ട്. ഹാപ്പി മാരീഡ് ലൈഫ് ചേട്ടാ. ഹർഷേച്ച് ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങള് പിങ്കി ചേച്ചിയുള്ള കല്യാണം മാറിപ്പോയില്ലാന്ന് മനസ്സിലാക്കി ഇവിടെ എത്തിയപ്പോഴാണ് ഉറപ്പിച്ചത് ഇതാണ് നല്ല രസമുണ്ട്. നമ്മുടെ പടച്ചട്ടോ നമ്മൾ അടുത്തത് കണ്ണൂരിലെ കല്യാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിട്ടുള്ള സദ്യ കഴിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഇല കിട്ടിയിട്ടുണ്ട്. സോ ഞങ്ങളുടെ എക്സ്പെക്ടേഷൻസ് ഭയങ്കര അധികമാണ്. നമ്മൾ അടിപൊളി സദ്യ നമ്മൾ വിചാരിക്കണോ പ്രതീക്ഷിക്കുന്നു. സോ ഇനി സദ്യ കഴിച്ച് അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതാണ്. എക്സ്പെക്ടേഷനിൽ ആദ്യമായ 3 ഗ്ലാസ് വെച്ചിരിക്കുകയാണ്. ഇലയ്ക്ക് ശേഷം 3 ഗ്ലാസ് വെച്ചത്, ഒരു ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ് പായസം ഉണ്ടാവും നമ്മൾ വിചാരിക്കണോ? അതൊരു വലിയൊരു സന്തോഷമായിരിക്കുകയാണ്. അതെ. ബാക്കി ചോറ് വന്നിട്ട് ചോറ് എന്തൊക്കെ ഉണ്ടാവും നമുക്ക് കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കെ. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതിൽ ചേച്ചി സദ്യ കഴിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണോ? എടാ നിങ്ങൾ ഇടുക്കിയിലത്തെ സദ്യ എങ്ങനെയാണോ? വ്യത്യാസം ഉണ്ടല്ലേ. കോഴിക്കോടത്തെ സദ്യ എങ്ങനെയാണോ? റൈസ് വന്നിട്ട് നോക്കാം. ഓ ഷാനിഫ്ക, എത്ര ഐറ്റംസിൽ ഹാപ്പിയാണോ? ഭയങ്കര ഹാപ്പിയാണ്. എക്സൈറ്റ്മെൻറ്റ് ലെവൽ എത്ര പേരെത്തി? പീക്ക് ലെവലെത്തി. ചോറും കൂടി വന്നാൽ അടിപൊളി. ഷാനിഫ്ക എങ്ങനെയുണ്ട്? എല്ലാം ഭയങ്കരമായിരുന്നു. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിരിക്കുകയാണ്. മടക്കുകയാണ്. ഞങ്ങൾ മടക്കുകയാണ്. പ്രൊഫഷണലായിരുന്നു, അടിപൊളിയായിരുന്നു, കളറായിരുന്നു. ഓക്കെ. നീ എന്തിനാ കറിയണേ? അമ്മ കറിയാണ്. അമ്മ ആയിരിക്കുന്ന കറിയാണ്. മക്കളെ നിങ്ങളുടെ കല്യാണമല്ലേ കഴിഞ്ഞ കരയല്ലേ? ഇതിപ്പോ നിങ്ങളുടെ കല്യാണമാണ് കഴിഞ്ഞത്, ഹർഷന്റെ കല്യാണമാണ് കഴിഞ്ഞത്. ഇനി വരുന്നത് ഇനി ഒന്നിനും വിളിക്കും. രാവിലെ നമുക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്കത് മാക്സിമം കലക്കാൻ പറ്റി. ചിലര് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ എത്ര മക്കളല്ല, അവരവരുടെ രീതിയിൽ. പക്ഷെ ഇങ്ങനെ വെച്ചാൽ കംപ്ലീറ്റ് എല്ലാവരും എന്റർടൈൻ ചെയ്യും. ഫാമിലിയിലൊന്നും പരിപാടി ഈ സെറ്റിന്റെ
കണ്ണൂരിലെത്തിയാൽ ഇനി ഏതാണ് പോയിട്ടും കണ്ണൂരിൽ നിങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ വിളിക്കുക, ബന്ധപ്പെടുക. ഇനി അഥവാ ആരെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് പോകുന്നതും വരുന്നതും ആളുകളാണ്. ഏതെങ്കിലും മേഖലകളിൽ കണ്ണൂർ എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കണം. ഏത് ഭാഗത്തേക്ക് വിളിച്ചാലും നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യും. ഏത് സ്ഥലത്ത് ആരും ഒരുപാട് പരീക്ഷകളും മറ്റുള്ള എല്ലാം പോകുന്നതല്ലേ, ആർക്കെങ്കിലും ഒരു പ്രയാസം വരുന്നുണ്ടെങ്കിൽ കണ്ണൂർ എത്തുമ്പോൾ വിളിക്കാൻ നിങ്ങൾക്ക് ഒരു മടിയും വേണ്ട. ആരായാലും ഏത് സ്ഥലം വിളിച്ചാലും ട്രെയിൻ പോകുന്നു. ഹലോ ഗായ്സ്, അങ്ങനെ അർഷുവിൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പിരിയാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. സോ അർഷുവിൻ്റെ കല്യാണം ഭയങ്കര അടിപൊളിയായിരുന്നു. സോ അർഷുവിനും വിശ്രുത ചേട്ടനും ഒരു അടിപൊളി ഒരു ലോങ് ലൈഫ്, നല്ല അടിപൊളി ലൈഫ് ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു. എല്ലാവരും ആശംസിക്കല്ലേ. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ ശരി, ബൈ 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 ബൈ.